മലയാളികളുടെ സ്വന്തം ഡയറക്ടർ പ്രിയദർശൻ വീണ്ടും ഹിന്ദിയിൽ തങ്ങി നിൽക്കുവാണ്. ഹൈവാൻ എന്നൊരു സിനിമയായിട്ട് വരുന്നുണ്ട്. അക്ഷയ് കുമാർ ആൻഡ് സെയ്ഫ് അലി ഖാനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. നോക്കാം വാ. സെയ്ഫ് അലി ഖാൻ, അക്ഷയ് കുമാർ. അക്ഷയ് കുമാറാണ്. സെയ്ഫ് അലി ഖാന് കണ്ണു കണ്ടു. അക്ഷയ് കുമാർ, കണ്ടിട്ട് ഒരു ക്വാളിറ്റി പടം വരുന്ന പോലെയാണ് തോന്നുന്നത്. അതിന്റെ മ്യൂസിക്, ആ BGM വളരെ നന്നായിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ അനുയോജ്യമായിട്ട് നല്ല കിടലനായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ക്വാളിറ്റിയും ഉണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടുപേർ, അക്ഷയ് കുമാർ അതിൽ വില്ലനായിട്ട് വരുന്നു എന്നാണ് തോന്നുന്നത്. നല്ലൊരു സിനിമ വരുന്നു എന്ന് ഞാനാണ് വിശ്വസിക്കുന്നത്. രണ്ടുപേര് മാത്രമേ ഉള്ള പുറത്തുള്ളൂ. കെവിൻ പ്രൊഡക്ഷൻസ്, ജസ്പിൻ ഫിലിംസ്, പ്രിയദർശൻ. 11 സെപ്റ്റംബറിനാണ് കേട്ടാ. ടീസർ കൊള്ളാം കേട്ടാ. അതായത് എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേര്, സെയ്ഫ് അലി ഖാൻ, അക്ഷയ് കുമാർ വില്ലനാണെന്ന് തോന്നുന്നു. ഒരു മിസ്റ്റീരിയസ് സൈക്കോളജിക്കൽ ത്രില്ലർ മോഡിലാണ് പടം വരുന്നത്. കാരണം ഫുൾ ബ്ലാക്ക് ഷെയ്ഡാണ്, ഫുൾ ഒരു ഹൊറർ പോലെയൊക്കെ ഉണ്ട്. ആൻഡ് രക്തമൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ആ BGM പ്ലേസ്മെന്റ് കിടലാണ് ഇഷ്ടപ്പെട്ടത്. ആ ഒരു മിസ്റ്റീരിയസ് ഹൊറർ ഹോണ്ടിന്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള BGM ആൻഡ് ഫ്രെയിംസും ക്വാളിറ്റി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു, ആ ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ ആയിട്ടും. ആൻഡ് രണ്ടുപേരുടെ മുഖവും വെളുപ്പിച്ചോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല. ഒരു ബ്ലാക്ക് ഷേഡോയിലും പാതി മിന്നി മറഞ്ഞും ഒക്കെയാണ് കാണിച്ചത്. അത് പടത്തിന്റെ ആ ഒരു മിസ്റ്റീരിയസ് നിലനിർത്താനും കൂടെ വേണ്ടിയിട്ടായിരിക്കും. സെയ്ഫ് അലി ഖാൻ ഇതിൽ കണ്ണ് കാണാത്ത ഒരാളെ പോലെയാണ് നടക്കുന്നത്. ഇനി അതിപ്പോ എന്തിനെങ്കിലും വേണ്ടി പ്രാക്ടീസ് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അവർ വല്ല റിക്വസ്റ്റ് ചെയ്ത് വല്ല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്നും അറിയില്ല. അക്ഷയ് കുമാർ വില്ലനാണെന്ന് തോന്നുന്നു. ഒരു പ്രാന്ത വില്ലനൊക്കെ ആയിരിക്കും. എനിക്ക് അവസാനമായിട്ട് അജ്നബി എന്നേതൊരു പടം അക്ഷയ് കുമാറിനുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എവിടെയോ കേട്ട ഒരു ഓർമ്മ ഉണ്ട്. അതിന്റെ രജനീകാന്ത് ശങ്കറിന്റെ യന്ത്രൻ റോബോട്ട് 2.0 ഉണ്ടായിരുന്നു. അതിലും വില്ലനായിരുന്നു. ആദ്യം ഒരു നല്ല ക്യാരക്ടർ വന്നിട്ട് പിന്നെ വില്ലനാവും അതില്. പക്ഷിരാജൻ തന്നെ. അതിനുശേഷം ഇതിലായിരിക്കും, ഹൈവാനിലായിരിക്കും ഒരു വില്ലൻ വേഷത്തിൽ വരിക. രണ്ട് നായകന്മാരും നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള നായകന്മാരാണ്. പിന്നെ ഇതുപോലെ തന്നെ പ്രിയദർശൻ തന്നെ അക്ഷയ് കുമാർ ഒരു സിനിമ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, ഭൂത് ബംഗ്ലാവ്. അതേതോ മലയാള സിനിമയുടെ തനി പകർപ്പായിരുന്നു. അതായത് കാക്കക്കോയിലാണ് അങ്ങനെ ഏതോ പ്രിയദർശന്റെ ഏതോ ഒരു സിനിമയിലെ ആ ഒരു സെയിം കോമഡിയും കാര്യങ്ങളൊക്കെ തന്നെ, അതിൽ ഒട്ടും മാറ്റമില്ലാതെ. ബട്ട് അത് ഹിന്ദിയിൽ ഭയങ്കര ഹിറ്റായിരുന്നു, ഇവിടെ അപ്പാടെ ഫ്ലോപ്പായി. ഇപ്പൊ പ്രിയദർശൻ വീണ്ടും ഹിന്ദി തന്നെ നിൽക്കുകയാണ്. ആൻഡ് കെവിൻ പ്രൊഡക്ഷൻസ്, ജനനായകൻ യാഷിന്റെ ടോക്സിക് അവരാണ്. അവർ കെവിൻ പ്രൊഡക്ഷൻസ് തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ജസ്പിൻ ഫിലിംസും ഉണ്ട്. പ്രിയദർശന്റെ ഡയറക്ടോറിയലുമാണ്. ആൻഡ് മ്യൂസിക് ആരെന്നറിയില്ല, മ്യൂസിക് നന്നായിട്ട് തന്നെ ഉണ്ട്. കേട്ട ഒരു മ്യൂസിക് പോലെ തന്നെയാണ്. ബട്ട് ആ ഒരു സിറ്റുവേഷൻ നല്ലൊരു മ്യൂസിക്കാണ്. എനിക്കൊരു പെർഫോമൻസ് വൈസ് ഉള്ള ഒരു സിനിമയായിരിക്കും വരാൻ പോകുന്നു എന്നാണ് തോന്നുന്നത്. കാരണം രണ്ടുപേരും നല്ല രീതിക്ക് പെർഫോം ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം അതിന്റെ ടീസർ പറയുന്നു അങ്ങനെയാണ്. വളരെ ഷോർട്ട് ടീസറാണ്, 46 സെക്കൻഡ്സേ ഉള്ളൂ. ബട്ട് നല്ലൊരു ടീസർ.